ഈ വർഷത്തെ ആറന്മുള വള്ളസദ്യകൾ തുടങ്ങുന്നത് ഈ മാസം 19-ാം തീയതി ജൂലൈ 19-നാണ്. അവസാനിക്കുന്നത് സെപ്റ്റംബർ 16-നാണ്. എന്നാൽ വള്ളംകളി നടക്കുന്ന ആഗസ്റ്റ് 30, തിരുവോണ നാളായ ഓഗസ്റ്റ് 26, അഷ്ടമിരോഹിണി നാളായ സെപ്റ്റംബർ 4 ഈ 3 ദിവസങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും പള്ളിയോടങ്ങൾക്ക് വള്ളസദ്യകൾ ഒരുക്കിയിട്ടുണ്ട്. വഴിപാടായിട്ട് നടത്തുന്ന ഈ വള്ളസദ്യകൾ ഭക്തജനങ്ങൾ ആറന്മുള നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ്. ഓരോ പള്ളിയോടത്തെയും ക്ഷണിച്ചു കൊണ്ടുവന്ന് ആറന്മുളയിലെത്തി അവരെ സംയോജിതമായിട്ട് സ്വീകരിച്ച് നേരത്തെയുള്ള പാരമ്പര്യമനുസരിച്ച് ആനക്കൊട്ടിലെത്തി പാടി സ്തുതിച്ച് ഇവിടുത്തെ ഊട്ടുപുരകളിലോ അല്ലെങ്കിൽ സമീപത്തുള്ള സദ്യാലയങ്ങളിലോ വിഭവസമൃദ്ധമായ സദ്യ ഈ വഴിപാടുകാരൻ നൽകുന്നു. അത് പ്രത്യേകമായ ഒരു പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ ചടങ്ങാണ്. ആ ചടങ്ങിൻ്റെ ആസ്വദിക്കുന്നതിനായി ആയിരക്കണക്കിന് ആളുകൾ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് എത്തുന്നുമുണ്ട്. അവർക്കും ഈ സദ്യ ആസ്വദിക്കുന്നതിനുള്ള പ്രത്യേക ക്രമീകരണങ്ങൾ സംഘാടക സമിതിയായ പള്ളിയോട സേവാ സംഘം ചെയ്തിട്ടുണ്ട്. കൂടാതെ ദേവസ്വം ബോർഡ് ഇങ്ങനെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിൽ പ്രത്യേകമായി തൊഴുന്നതിനും അതുപോലെ വഴിപാട് നടത്തുന്നതിനുമുള്ള സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ആറന്മുളയും പരിസര പ്രദേശവും ആറന്മുള വള്ളസദ്യ കൊണ്ട് നിറയുന്ന ഒരു കാലഘട്ടമാണ് അടുത്ത 2 മാസം. ഇത്തവണ 500 വള്ളസദ്യകൾ ഇതിനകം തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ 550 വള്ളസദ്യകളാണ് ശരാശരി ഓരോ വർഷവും നടത്തുന്നത്. ഈ വർഷവും 550 സദ്യകൾ കവിയുന്നതാണ്. എന്നാൽ അസാധാരണമായി കൂടുന്നതിന് ഞങ്ങൾ അനുവദിക്കില്ല. കാരണം സ്ഥലപരിമിതിയും അതുപോലെ മറ്റ് സൗകര്യങ്ങളും നോക്കിക്കൊണ്ട് ഒരു 550 സദ്യകൾ ഞങ്ങൾ നടത്തുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം ശരാശരി 10 മേളിൽ വള്ളസദ്യകൾ 18 വരെ നടത്താനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. 18 സദ്യാലയങ്ങളുണ്ട്. അതായത് ക്ഷേത്രത്തിൽ 10ഉം വെളിയിലായിട്ട് 8 സദ്യാലയങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൂടാതെ പണം നൽകി ഈ വിഭവങ്ങൾ ആസ്വദിക്കുന്നതിനുള്ള ഒരു പ്രത്യേക സ്പെഷ്യൽ പാസ് മുഖേനയുള്ള സദ്യയും KSRTCയിൽ ബഡ്ജറ്റ് ടൂറിസം മുഖേന വരുന്നവർക്ക് പ്രത്യേക സദ്യയും ഇങ്ങനെ 2 സ്ഥലത്ത് നടത്തുന്നുണ്ട്. അങ്ങനെ പൊതുവെ ചില ദിവസങ്ങളിൽ 20 സ്ഥലത്ത് വരെ ഒരേ സമയത്ത് വള്ളസദ്യ നടക്കുന്നുണ്ട്. അതൊരു തെറ്റിദ്ധാരണയും അതിനകത്തുണ്ടായിട്ടുണ്ട്. കാരണം ഇവിടെ വന്നാൽ വള്ളസദ്യ കിട്ടാൻ എന്തെങ്കിലും പണമടച്ചോ അല്ലെങ്കിൽ പാസ് വാങ്ങിക്കാമെന്നുള്ള രീതിയുണ്ട്. വഴിപാടായിട്ട് ഓരോരുത്തരും നടത്തുന്നതാണ് ഈ പ്രധാനമായിട്ട് വള്ളസദ്യ എന്ന് പറയുന്നത്. ഈ വള്ളസദ്യ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ പള്ളിയോടം വേണം, പള്ളിയോടത്തെ ക്ഷണിക്കണം, പള്ളിയോടത്തിനെ ക്ഷണിച്ച് അതിനെ നമ്മൾ ആചാരപൂർവ്വം കൊണ്ടുവന്ന് അവരെ സദ്യയിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ്. ഓരോ ഭക്തനും ആ വള്ളത്തിൽ വരുന്നത് പള്ളിയോടത്തിൽ വരുന്നത് ഭഗവാന്റെ ആളായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതും നമുക്ക് ഇവിടെ വിൽപ്പനയ്ക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലോ കിട്ടുകയില്ല, വഴിപാട് നടത്തുന്നവരെ കിട്ടുകയുള്ളൂ. അതിന് ഉള്ള വിഭവങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇത് കണ്ട ശേഷം അതൊന്ന് ആസ്വദിക്കുന്നതിനായിട്ട് പള്ളിയോട സേവാ സംഘം കുറച്ച് പേർക്ക് സദ്യ കൊടുക്കാൻ ക്രമീകരണം ചെയ്തിട്ടുണ്ട്. അതാണ് സ്പെഷ്യൽ പാസ് മുഖേന ഏതാണ്ട് 300 രൂപ അടച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ വഞ്ചിപ്പാട്ട് കേൾക്കുന്നതിനും ആ വള്ളസദ്യക്ക് കൊടുക്കുന്ന എല്ലാ വിഭവങ്ങളും ആസ്വദിക്കുന്നതിനുള്ള ഒരു അവസരമാണ്. അതെന്താണ്, എങ്ങനെ ഇരിക്കും, അതിൻ്റെ രുചിയെന്നൊക്കെ അറിയാനായിട്ട് ഉള്ള ഒരു അവസരമാണ് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ 20-ാം തീയതി അത് തുടങ്ങുന്നത്, 19-ാം തീയതി ആദ്യത്തെ ദിവസം അതില്ല. വിശിഷ്ടാതിഥികൾക്കും കരക്കാർക്കും ഒക്കെ സദ്യ ഉള്ളതുകൊണ്ട് ആദ്യത്തെ ദിവസം ഈ പറഞ്ഞ സ്പെഷ്യൽ പാസ് ഇല്ല. 20-ാം തീയതി മുതൽ എല്ലാ ദിവസവും അത് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം. aramula.boatrace.com എന്നുള്ള ലൈനിൽ കയറി അവർക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. ഒരു പരമാവധി ലൈനിൽ ബുക്ക് ചെയ്യാവുന്ന 250, ഇവിടെ സ്പോട്ടിൽ വന്നാൽ 100 കൂടെ ബുക്ക് ചെയ്യാം. അങ്ങനെ 350 ഒരു ദിവസം നടത്തുന്നുണ്ട്. ഉണ്ട്. NDRFൻ്റെ ടീം ഇവിടെ അപകടകരമായ സ്ഥലമുണ്ടോ എന്ന് പരിശോധിച്ച് എന്തെങ്കിലും മുൻകരുതലെടുക്കണമെങ്കിൽ അവർ നോക്കുന്നുണ്ട്. കൂടാതെ കൂടുതൽ വെള്ളമുള്ള ദിവസങ്ങളിൽ അവരിവിടെ ഹാജരാകുകയും 1-ാം തീയതി മുതൽ സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടാകാനുള്ള സംവിധാനവും ചെയ്തിട്ടുണ്ട്.